തൃപ്തിപ്പെട്ട വിഷയങ്ങൾ മാത്രം ജീവിതത്തിന്റെ നിഖില മേഖലകളിലും രഹസ്യ പരസ്യങ്ങളിലും വന്നു ചേരുന്നതിന് വേണ്ടി, ആ വലിയ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി നടത്തിവരുന്ന സുഹൃതങ്ങളിൽ വലിയ സുഹൃതങ്ങളാണ് ദിക്ർ, സ്വലാത്ത്, മജ്‌ലിസുകൾ. പക്ഷെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല അധ്വാനമുണ്ടാകണം. ദിക്റും സ്വലാത്തും നിത്യമായി പതിവാക്കുന്ന ഒരു മനുഷ്യന് എന്തെല്ലാം മഹത്വങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആ മഹത്വങ്ങളൊക്കെ നമ്മിൽ വന്നു ചേരണം. ലോകത്ത് അത്ഭുതങ്ങൾ കാണിച്ച അംബിയാ, ഔലിയാ, അവരുടെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ദിക്റും ദുആഉം സ്വലാത്തും. അത്ഭുത മനുഷ്യരാണ് അംബിയാക്കളും ഔലിയാക്കളും. അവരുടെ സദാസമയത്തും പതിവായി ചെയ്തുകൊണ്ടിരുന്ന ദിക്ർ, സ്വലാത്ത് അവരുടെ ജീവിതത്തിന്റെ നിത്യഭാഗമാണ്. എപ്പോഴും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രമല്ല. ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്ത മഹാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മഹാൻ. ആ അടുപ്പം മറ്റാർക്കും സാധ്യമാകാത്ത വിധം റബ്ബ് സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയപ്പോൾ അല്ലാഹു തആല ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചപ്പോൾ പടച്ചത് മുതൽ തങ്ങൾ പതിവാക്കി ചെയ്തു വരുന്ന അമലാണ് ദിക്ർ. എല്ലാ സമയത്തും ദിക്റാണ്. കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി, മുഴുവൻ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ഓർക്കുക, പറയുക. എല്ലാ സന്ദർഭങ്ങളിലും മറക്കാതിരിക്കാനാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം വേണ്ടത്. ദിക്ർ മറപ്പിക്കുക എന്നത് നമ്മുടെ കൂടപ്പിറപ്പാകുന്ന പിശാചിന്റെ ഒരു വിജയമാണ്. ദിക്ർ മറപ്പിക്കുക എന്നുള്ളത് അവന്റെ വലിയ ശ്രമമാണ്. അതിൽ അവൻ നമ്മെ കൊണ്ട് വിജയിച്ചാൽ നമ്മൾ അവന്റെ ആളായി. അല്ല, നമ്മൾ അവനെ പരാജയപ്പെടുത്തിയാൽ നമ്മൾ അള്ളാഹുവിലേക്ക് അത് മുഖേന, ദിക്ർ മുഖേന അടുക്കും.